ഗൈസ് ഇന്ന് ഒരു BM നോക്കാൻ വേണ്ടി ഞാൻ ആഗ്രയിലേക്ക് പോവാണ്ട്. ഏതാണ്ട് 2.5 മണിക്കൂർ യാത്രയുണ്ട്. 259 300 കിലോമീറ്ററോളം അങ്ങോട്ടേക്ക് പോവാണ്ട്. ഒരു BM ആലപ്പുഴയുള്ള ഒരു സ്വദേശിക്ക് വേണ്ടി ഞാൻ എടുക്കാനാണ് കേട്ടോ പോകുന്നത്. നമ്മൾ സ്പോട്ടിൽ നിന്ന് ഊബർ വിളിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി ജനറൽ ആയിട്ട് നമ്മൾ പോയത് 3-3.5 മണിക്കൂറിന് ശേഷമുള്ള ട്രെയിൻ യാത്രയ്ക്ക് ശേഷം നമ്മളാക്കണ നമ്മളെ സ്പോട്ടിൽ എത്തിയിട്ടോ. രാവിലെ 11:30 കയറി ഇപ്പൊ 4:10 ഇവിടെ എത്തുമ്പോ ആദ്യം എന്തെങ്കിലും ഒന്ന് കഴിക്കല്ലേ. ആദ്യം എന്തെങ്കിലും ഒന്ന് കഴിക്കണം. ആരും തെറ്റിദ്ധരിക്കേണ്ട, വഴി തെറ്റിപ്പോയതാണ്, മതിൽ ചാടുകയല്ല. അവിടെ നല്ലൊരു എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഫുഡ് കേരള ഫുഡ് കിട്ടും എനിക്ക് തോന്നുന്നു. കേറി നോക്കാം. അമീറ നമ്മളെ കുക്കിന് ഒതുങ്ങുമോ? സെറ്റപ്പ് ഒക്കെ കണ്ടിട്ട് റെസ്റ്റോറന്റ് നീയേ ഇത് അത് പിന്നെ മറ്റേ ഹോട്ടലാ, റെസ്റ്റോറന്റ് അല്ല. പിന്നെ വേറെ നോക്കാം. ബേസിക്കലി ഇതിപ്പോ UP എത്തിക്കുന്നുണ്ടോ ഞങ്ങള്. പിന്നെ ഈ ആഗ്ര എന്ന് പറയുന്നത് UP-യിലാണ്. പിന്നെ താജ്മഹൽ ബേസിക്കലി UP-യിലാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷെങ്കിൽ ഡൽഹി എന്ന് പറയലാണ്. ഹോട്ടൽ ഫുഡൊക്കെ കഴിച്ച് റാഹത്തായി. ഉച്ചക്കത്തെ ഭക്ഷണം 5 മണിക്കാട്ടോ കഴിക്കുന്നത്. നല്ല ഫുഡാണ്, കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ഊബർ ബുക്ക് ചെയ്തിരിക്കണേ, വെയിറ്റ് ചെയ്യാണ്. എന്നിട്ട് നമുക്ക് വണ്ടി എടുത്തേക്ക് പോകണം, വണ്ടി നോക്കണം. എന്താ സ്ഥിതി ഒന്നും അറിയൂല. വണ്ടി ഓക്കെ ആണെങ്കിൽ ഇന്ന് പേയ്മെന്റ് ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഞാൻ വണ്ടി എടുത്ത് നമ്മളുണ്ടാകും അങ്ങോട്ടേക്ക് തന്നെ പോകും. അങ്ങനെ ഇവിടുന്ന് ഊബർ വിളിച്ച് സ്പോട്ടിൽ എത്തിക്കണ്. പിന്നെ ഇതാണ് വെഹിക്കിള്, BMW 5 സീരീസ് ആണ് അത്. പിന്നെ 2013 മോഡല്. പിന്നെ 75,000 കിലോമീറ്ററാണ് റൺ ചെയ്തത്. ആ BM ഇൻസ്പെക്ഷൻ ചെയ്ത് ഞാൻ കഴിഞ്ഞ് നമ്മള് റിട്ടേൺ അടിക്കുകയാണ്. പിന്നെ എന്താ വണ്ടിന്റെ കോലോ? വണ്ടി ഫ്ലഡാ. തീരുമാനമല്ലോ. നമ്മള് 3-3.5 മണിക്കൂർ ട്രെയിനിൽ യാത്ര ചെയ്ത് ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന് ആ വണ്ടി ചെക്ക് ചെയ്തപ്പോഴുള്ള അവസ്ഥയാണ് ഫ്ലഡാണ്. അപ്പോ ഏതാണ്ട് 300 കിലോമീറ്റർ നമ്മളെ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിക്കണ്. ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ. ചിലത് നമുക്ക് നല്ല വണ്ടി കിട്ടും, ചിലത് ഇങ്ങനെ ഓരോ കംപ്ലൈന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോ നമ്മള് ഇനിയും സെർച്ച് ചെയ്യുന്ന നിർത്തുന്നില്ല, നമ്മൾ തുടരുകയാണ്. കാരണം നമ്മളെ കസ്റ്റമർക്ക് ഗുഡ് ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെ നമ്മൾ കൊടുക്കണമെന്ന് നിർബന്ധമാണ്.